ഹായ്, എൻ്റെ പേര് സന്ദീപ്. ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫീൽഡിൽ വളരെ ബിഗിനറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബാണ് കൂടുതലായിട്ട് ആശ്രയിച്ചത്. കാരണം യൂട്യൂബിൽ വളരെയധികം വീഡിയോസ്, കുറേ ആൾക്കാർ ക്ലാസ്സുകളും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ കണ്ടു. പക്ഷേ എന്താ പറയുക, ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് എസ്പെഷ്യലി ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കാര്യത്തിൽ ഒരു എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു സ്റ്റോപ്പ് ലോസ് എന്തിനു വെക്കണം ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, അങ്ങനെ കാണുന്ന എല്ലാവരും ഈ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന കേസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ തിങ്ക് ചെയ്ത് നല്ല ഫണ്ടമെൻ്റലായ സ്ട്രോങ് ആയ ഒരു സ്റ്റോക്കിൽ നമ്മൾ എന്തിനാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, നമുക്ക് അത് പേഷ്യൻ്റോടെ വെയിറ്റ് ചെയ്യാം എന്നുള്ള അങ്ങനെ മൈൻഡ് സെറ്റ് തന്നെ ആയിരുന്നു തുടക്കം മുതലേ. അങ്ങനെ കുറേ വീഡിയോസ് കണ്ട് ഒരു യാദൃശ്ചികമായിട്ടാണ് അഭിലാഷ് സാറിൻ്റെ ഒരു ചാനൽ കാണുന്നത്. കണ്ടപ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. കാരണം ഫണ്ടമെൻ്റലി ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞെന്ന് നമുക്ക് ആ സ്റ്റോക്കിനെ മനസ്സിലാക്കി തരാനുള്ള ഇത് നമുക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പുള്ളിയുടെ സാറിൻ്റെ ഇത് ഞാൻ കൂടുതൽ ഫോളോ ചെയ്തു. അങ്ങനെയാണ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഡബിളായി എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ലേ, ഈ എന്താ പറയുക സ്റ്റോപ്പ് ലോസിൻ്റെ കേസിൽ അത് അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു കൺഫർമേഷൻ കിട്ടുന്നത് ഈ കോഴ്സിൽ നിന്നാണ്. അപ്പോൾ അതെൻ്റെ കോൺഫിഡൻസ് ലെവല് ഡബിളാക്കി. മാത്രമല്ല, ഫണ്ടമെൻ്റലി എങ്ങനെ സിമ്പിളായിട്ട് നമ്മളൊരു സ്റ്റോക്കിനെ പഠിച്ച് മനസ്സിലാക്കണം, അതിൻ്റെ ഓരോരോ കാര്യങ്ങളെല്ലാം സാർ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല, ഭയങ്കര ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതും എല്ലാത്തുമായ കുറേ കാര്യങ്ങൾ ആ കോഴ്സിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു. അത് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ. അപ്പോൾ അത് ഭയങ്കരമായിട്ടൊരു ലൈഫിലൊരു കോൺഫിഡൻറ്റ് കൂട്ടി. ഇപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച് സാർ, അഭിലാഷ് സാർ. ഹായ് അഭിലാഷ് സാർ, എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഒരു പ്രവാസിയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രവാസ ജീവിതം നയിക്കുകയാണ്. 3 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻട്രാഡേ ആണ് ചെയ്യാറ്. പക്ഷേ നമുക്കിതുവരെ പ്രോഫിറ്റൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവിചാരിതമായിട്ടാണ് സാറിൻ്റെ യൂട്യൂബ് വീഡിയോ കാണാനിടയായത്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തു. അങ്ങനെ തുടർന്ന് വീഡിയോസ് എല്ലാം കണ്ടു. പിന്നെ സാറിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്തു. കോഴ്സിലൂടെ പോയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ മുൻപും കുറേ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി നമുക്കത് ഫീൽ ചെയ്തു. കാരണം ബാക്കിയുള്ള മിക്ക കോഴ്സുകളും നമ്മുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമ്മളെങ്ങനെ ജീവിക്കണം, ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതെല്ലാം സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഏത് ബുക്ക് വായിക്കണം, അങ്ങനെ നമുക്കൊരു ഒരു ക്ലിയർ പാത്ത് സാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സ്റ്റോക്ക് എവിടെ എൻട്രി ചെയ്യണം, എക്സിറ്റ് ചെയ്യണം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും സാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷം എനിക്ക് നാട്ടിൽ പോയാലും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എൻ്റെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് സാർ. നമസ്കാരം അഭിലാഷ് സാർ. എൻ്റെ പേര് റിക്സൺ, സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിഞ്ഞപ്പോൾ മുതൽ യൂട്യൂബ് വീഡിയോസും അതും ഇതും പലതും സെർച്ച് ചെയ്ത് അക്കൗണ്ട് തുടങ്ങി. പല സ്റ്റോക്കുകളും വാങ്ങിക്കും. ടാർഗറ്റ് അറിയില്ല, എപ്പോൾ വാങ്ങിക്കണമെന്ന് അറിയില്ല, അതൊന്നും അറിയില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ട് ആണ് യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അതിനുശേഷം കോഴ്സ് വാങ്ങിച്ച് അതിനുശേഷമാണ് എനിക്ക് ഇത് എങ്ങനെ കമ്പനി സെലക്ട് ചെയ്യണമെന്നും, പിന്നെ അതുപോലെ എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വിൽക്കണം, പിന്നെ അതുപോലെ നമ്മുടെ ചാർട്ട് അനാലിസിസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതൊന്നും മനസ്സിലായത്. അതിലുപരി നമുക്ക് ഒരു ട്രേഡർക്ക് വേണ്ട മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൽ വേണ്ട ക്വാളിറ്റികൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് വളരെ ലളിതമായി തന്നെ സാർ അതിൽ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അഭിലാഷ് സാറിന് അതിന് വലിയ താങ്ക്സ്. ഇനി ഫ്യൂച്ചറിലും സാറിൻ്റെ കൂടെ നിന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹലോ സാർ, ഞാൻ ഷാൻഡോ, തൃശ്ശൂർ ജില്ലയിലാണ് വീട്. ഇപ്പോൾ യു എയിൽ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഞാൻ 2-3 ക്ലാസ്സുകൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരുന്നത്. പക്ഷേ ഇത് ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയെക്കുറിച്ച് മാക്സിമം അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കാനുള്ള ഒരു രീതി, സാർ പറഞ്ഞ രീതി വളരെ നന്നായിരുന്നു. ഞാൻ ഫണ്ടമെൻ്റൽസ് ഇങ്ങനെ ഒത്തിരി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരു ഈസി മെത്തേഡായി മാറി. പെട്ടെന്ന് നമുക്ക് കമ്പനിയെ ഒരു വിലയിരുത്താനായിട്ടുള്ളൊരു ഈസി മെത്തേഡായിട്ട് മാറി. അതുപോലെ തന്നെ സ്ട്രാറ്റജീസും അതും മറ്റുള്ളവർ പറഞ്ഞു തരുന്നതിനേക്കാളും വ്യത്യസ്തമാണ്. മറ്റുള്ളവരൊക്കെ സാധാരണയായി നോർമലായി കേൾക്കുന്നത് തന്നെയാണ് അവരും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. പിന്നെ മൈൻഡ് സെറ്റപ്പ്, ഈ മൈൻഡ് സെറ്റപ്പ് ഉള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു തന്നതിൽ അത് ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ അത് അത്യാവശ്യമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ ഷെയർ എടുക്കുന്നു, എൻട്രി എടുക്കുന്നു, എക്സിറ്റ് ആവുന്നു എന്നുള്ളൊരു അനുഭവം മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ സാർ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ തന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു രീതി, അത് മാക്സിമം ഫോളോ ചെയ്യാൻ തന്നെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ്, പിന്നെ നമുക്ക് ഈ പൈസ എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രാധാന്യം നോക്കുമ്പോൾ വളരെ തുച്ഛമായൊരു പൈസ ആയിരുന്നു എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നല്ലോ. അങ്ങനെ ആരും ഇത്ര നല്ലൊരു ക്ലാസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പം ഇത്ര നല്ലൊരു ക്ലാസ് തരാനുണ്ടായ സാറിൻ്റെ മനസ്സിന് വളരെ വളരെ നന്ദി. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങളും സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഹലോ സാറേ, നമസ്കാരം. എൻ്റെ പേര് ജിനോ എന്നാണ്. വീട് എറണാകുളത്താണ്. ഞാൻ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. ഞാനിതുപോലെ തന്നെ തുടക്കം യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ട് ഇങ്ങനെ ഇൻട്രാഡേ എല്ലാം തുടങ്ങിയത്. അതിനത് കുറച്ചാൾ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി ഇതിൽ നിന്ന് ഗുണങ്ങളൊന്നും കിട്ടാൻ പോകില്ലെന്ന്. അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇത് ഇൻവെസ്റ്റിങ് മാത്രമാണ് ഇതിൽ ഒരു വഴിയുള്ളത്. അവസാനം ലോങ് ടൈം ഇൻവെസ്റ്റിങ്ങിൻ്റെ ഇതിലോട്ട് വരാൻ തുടങ്ങി. അതും ഇതുപോലെ തന്നെ എപ്പോഴാണ് വാങ്ങേണ്ടതെന്നറിയില്ല, വിൽക്കാനുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഒരു 4 മാസം മുമ്പ് അഭിലാഷ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ സാറിൻ്റെ പ്രസൻറ്റേഷനും ആ രീതിയും വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് കോഴ്സ് വാങ്ങിയത്. കോഴ്സ് വാങ്ങിയിട്ട് പിന്നെ സാറ് പറഞ്ഞു തന്ന സ്ട്രാറ്റജികളും ഞാൻ സ്ഥിരം ചെയ്യാറുള്ള എല്ലാം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തുടങ്ങി. അപ്പോൾ അതിലാണ് ഏറ്റവും നല്ല റിസൾട്ട് കാണാൻ കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് എനിക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നത്, എന്തോ ആ പാർട്ട് ക്ലിയർ ആയത് സാറ് പറഞ്ഞ ആ ഓപ്പറേറ്റേഴ്സിൻ്റെ ആ ഗെയിം പ്ലാനുകളും അതൊക്കെ മൊത്തമായിട്ട് മനസ്സിലായപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മൊത്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയത്. സാറിൻ്റെ ആ സ്റ്റോക്കുകൾ പഠിക്കാനുള്ള രീതി, ബിസിനസ് വൈസും പിന്നെ ഫണ്ടമെൻ്റലും ടെക്നിക്കൽ വൈസും അതും ആ രീതിയിൽ ഇതിനെ നോക്കിക്കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാതെയുള്ള ആ ഒരു അപ്പോഴാണ് എനിക്ക് മൊത്തമായിട്ടുള്ള ഒരു കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പം തനിയെ ട്രേഡ് എടുക്കാനുള്ള ഒരു ധൈര്യവും അതുപോലിപ്പോൾ മുമ്പത്തെ പോലെയല്ല. സ്റ്റോക്ക് പ്രൈസ് എടുത്ത സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകണമെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത്രയും നല്ല രീതിയിൽ പറഞ്ഞ സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഹായ് അഭിലാഷ് സാർ. സാറിന് കോഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. സാറിന് കോഴ്സിനെ പറ്റിയൊക്കെ അറിയുന്നതിന് മുന്നേ തന്നെ സ്വിംഗ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ആ ഒരു കൺവിക്ഷനൊന്നും അത്രയ്ക്കില്ലായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ട്രേഡ് ചെയ്യുന്നുള്ള കൺവിക്ഷൻ, നല്ല കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
വേറെയും കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊടുത്ത പൈസയ്ക്ക് വർത്തുണ്ടെന്ന് തോന്നിയ ഒരു കോഴ്സ് സാറിൻ്റെ മാത്രമാണ്. എനിവേ, താങ്ക് യു സർ. ഹായ് സാർ, എൻ്റെ പേര് ജാവിദ്, സ്ഥലം എറണാകുളത്താണ്. ഞാൻ ക്ലാസ് ഫിനിഷ് ചെയ്തിട്ട് കുറച്ച് വീക്സായി. അപ്പം ലേറ്റായി പോയി വീഡിയോ എടുക്കാൻ വേണ്ടി. സാറിനോട് സോറി വെക്കുന്നു. ഫസ്റ്റ് എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണി സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ 1 year ആയിട്ടില്ല. 1 year ആവണമല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന ഫീൽഡിലേക്ക് വന്നിട്ട്. ഫസ്റ്റ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഓപ്ഷൻസിലായിരുന്നു. ഇൻഡെക്സിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായത്. പക്ഷെ എനിക്ക് ഇൻഡെക്സിൽ ഓപ്ഷൻസിലൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റിയില്ല. ഞാൻ ലോസ് ആയിരുന്നു. 2-3 ട്രേഡ് പ്രോഫിറ്റ് ആവും, പിന്നെ എല്ലാ ട്രേഡും ഒരുമിച്ച് ലോസിലേക്ക് പോകും. എനിക്ക് മെൻ്റലി ആണെങ്കിലും ഭയങ്കര ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല എനിക്ക് ഓപ്ഷൻസിൽ. അങ്ങനെയാണ് ഞാൻ ഇക്വിറ്റിയിലേക്ക് മാറാമെന്നും ഇക്വിറ്റിയിൽ തിരഞ്ഞെടുക്കാൻ കാരണം കുറച്ച് സേഫസ്റ്റ് മെത്തേഡ് എന്ന രീതിയിൽ. പക്ഷേ ഇക്വിറ്റിയിലേക്ക് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരു ഓപ്ഷൻസിൽ ഉണ്ടാക്കുന്ന അതേപോലെ പ്രോഫിറ്റ്, ഒരു 30% 40% CAGR പ്രോഫിറ്റ് നമുക്ക് ഇക്വിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സാറിൻ്റെ ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ഞാൻ ഇക്വിറ്റി സേഫസ്റ്റ് മെത്തേഡാണ്, പക്ഷേ ഇത്രമാത്രം പ്രോഫിറ്റ് ആക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇക്വിറ്റിയിൽ. അങ്ങനെ ഞാൻ ഇക്വിറ്റിയിലേക്ക് വന്നപ്പോൾ ഫസ്റ്റൊക്കെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് അവർ തരുന്ന സ്റ്റോക്ക് പിക്ക് ചെയ്യും, അവർ ടാർഗറ്റ് തരും, അവർ ഒരു SL തരും. അങ്ങനെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടുണ്ടായത്. ചില സ്റ്റോക്ക് ടാർഗറ്റ് അടിക്കും, ചില സ്റ്റോക്ക് SL അടിക്കും. പക്ഷെ അത് ഏത് കമ്പനിയാണോ, അതിൻ്റെ ഫണ്ടമെൻ്റൽ എങ്ങനെയാണ്, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, ചാർട്ട് എങ്ങനെയാണ്, ഒന്നും ഞാൻ നോക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാറിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടത്. എന്നിട്ട് സാറിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ എനിക്കൊരു ചേഞ്ച് ഫീൽ ആയി. ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു സാറിൻ്റെ വീഡിയോ. കാരണം നോർമലി ഒരാൾ പറഞ്ഞത് പോലെയല്ല. കാരണം അതിൻ്റെ പാസ്റ്റ് എങ്ങനെയാണ്, ആ കമ്പനി ഡൗണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ചാർട്ട് ഡൗണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ഇപ്പോൾ ആ റീസൺ ഉണ്ടോ, ഇനി ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഫണ്ടമെൻ്റൽ എങ്ങനെയാണ്, പ്രോഫിറ്റബിൾ ആണോ, ചാർട്ട്, ടെക്നിക്കൽ അനാലിസിസ് എല്ലാം മിക്സ് ആയിട്ട് ഒരു വീഡിയോ ആയിരുന്നു. ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്സിൽ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ആക്കുമായിരുന്നു. പിന്നെ അടുത്ത എന്തെങ്കിലും വീഡിയോക്ക് വേണ്ടി വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ആക്കുമായിരുന്നു. ഞാനൊക്കെ സാറിൻ്റെ എന്തായാലും ഒരു വീഡിയോ വരുന്ന സമയത്ത് ഫസ്റ്റ് 10 വ്യൂവേഴ്സിൽ ഒരാളായിരിക്കും ഞാനൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് സാറിൻ്റെ വീഡിയോ കോഴ്സ് പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ സാറിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ആവാൻ ചെയ്തു. എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് തോന്നും. ചിലപ്പോൾ എൻ്റെ ലൈഫിലൊരു ലക്കിയസ്റ്റ് മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തത്. കാരണം ഇപ്പോൾ ടെലിഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ആരെയും റെക്കമെൻഡ് ഞാൻ നോക്കാറില്ല, ആരെയും ഞാൻ ചോദിക്കാറില്ല ഏത് സ്റ്റോക്കാണ് ബെറ്റർ, എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യാം, അതിൻ്റെ SL ഞാൻ ഒന്നും ചോദിക്കാറില്ല. കാരണം എന്നെ സാറിൻ്റെ ക്ലാസ്സിൽ പഠിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ട്രേഡ് എടുക്കുന്നത്. ഞാനിപ്പോൾ പ്രോഫിറ്റബിളും ആണ്. അപ്പോൾ ഞാനതിലൊരു സാറോട് ശരിക്കും പറഞ്ഞാൽ ബിഗ് താങ്ക്സ് ഉണ്ട് എനിക്ക്. അങ്ങനെ എൻ്റെ ലൈഫിലൊരു ചേഞ്ച് ആക്കി തന്നതിന്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് കൊണ്ട് മാത്രമല്ല, ലൈഫിൽ തന്നെ സാറിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. കാരണം മൈൻഡ് സെറ്റ് ആണെങ്കിലും ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, എസ്പെഷ്യലി ഒരു ഇക്വലി ട്രേഡ് ചെയ്യുന്ന ആൾക്ക് കമ്പനി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ കമ്പനി ഒരു കറക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് കൂടുതൽ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ പറ്റും എന്നൊരു മൈൻഡ് സെറ്റ് ഞാൻ സാറിനെ കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. നോർമലി കമ്പനി ഒന്ന് കറക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ SL വെച്ചിട്ട് സ്റ്റോക്ക് സെല്ലാക്കലാണ് പതിവ്. പക്ഷെ അതൊന്നും ചേഞ്ച് ആയില്ലാണ്. ടോട്ടലി ഡിഫറെൻ്റ് എൻ്റെ ലൈഫിൽ എനിക്ക് സാറിനെ കൂടെ ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് സാറിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. താങ്ക് യു സർ.